ഓക്കെ, നമ്മൾ ലാസ്റ്റ് എടുത്ത ക്ലാസ് വരുന്നത് ഡിലീറ്റിംഗ് കമ്പോണൻസ് ഓഫ് എ ലിസ്റ്റ് വരെയാണ് എടുത്തത്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെർജിങ് ഓഫ് ലിസ്റ്റ് ആണ്. സോ വി ക്യാൻ മെർജ് ദ ആർ ലിസ്റ്റ് ബൈ പ്ലേസിങ് ഓൾ ലിസ്റ്റ് ഇൻ ടു എ സിംഗിൾ ലിസ്റ്റ്. അതായത് നമ്മൾ മെർജിങ് ഇവിടെ പെർഫോം ചെയ്യുന്നത് എല്ലാ ലിസ്റ്റിനെയും ഒരു സിംഗിൾ ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടാണ്. സോ അതിൻ്റെ ഫോർമാറ്റിങ്ങിനാണ് വരുന്നത്. നമുക്ക് ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 1 2 3. അതായത് 1 2 3 എന്ന് പറയുന്നതിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ആണ്. അതിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, ലിസ്റ്റ് 1. ദെൻ ലിസ്റ്റ് 2 സൺഡേ മൺഡേ ട്യൂസ്ഡേ ആണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലിസ്റ്റ് 2ലേക്കും കൊടുക്കുന്നു. ഇനി നമുക്കുള്ളത് പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കമ്പൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പൈൻ ഫംഗ്ഷൻ വെച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് കൊടുത്താൽ എന്താവും? ആദ്യം 1 2 3, അതിൻ്റെ പുറകെ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് കമ്പൈൻ ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂ ലിസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1 2 3 ദെൻ സൺഡേ മൺഡേ ട്യൂസ്ഡേ. ഈ ഡബിൾ ബ്രാക്കറ്റ് വരുന്നതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്, ഇതാണ് ഫസ്റ്റ് റോ കാണിക്കുന്നത്. ഇത് സെക്കൻഡ്, അങ്ങനെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ലിസ്റ്റിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത്രയാണ് മെർജിങ് ഓഫ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. നെക്സ്റ്റ്, കൺവേർട്ടിംഗ് ലിസ്റ്റ് ടു വെക്റ്റർ. ലിസ്റ്റിനെ എങ്ങനെ വെക്റ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അൺലിസ്റ്റ് എന്നുള്ള കാര്യം ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് ലിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? വെക്റ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഹിയർ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദ ആർ ലിസ്റ്റ് ടു വെക്റ്റർ. ഫോർ ദിസ് വി വിൽ ക്രിയേറ്റ് എ ലിസ്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ അൺലിസ്റ്റ് ഇൻ ടു ദ വെക്റ്റർ. അപ്പം ആദ്യം നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് 1:5 1:5 എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 5 വരെ പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ദെൻ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അൺലിസ്റ്റ് ഓഫ് എന്ത്? ഈ ലിസ്റ്റിനെയാണ് നമുക്ക് എങ്ങോട്ടാ മാറ്റേണ്ടത്? വെക്റ്റർ ആക്കേണ്ടത്. സോ ആ പേര് നമ്മൾ അൺലിസ്റ്റ് ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെക്റ്ററിനെ പ്രിന്റ് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്. ലിസ്റ്റ് പ്രിന്റ് ചെയ്യിക്കുമ്പോഴും വെക്റ്റർ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസമാണ് കാണുന്നത്. ലിസ്റ്റ് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഡബിൾ ബ്രാക്കറ്റിനകത്തായിരിക്കും വരിക. വെക്റ്റർ ആകുമ്പോഴേക്കും ആ റോയുടെ നമ്പർ മാത്രമേ മെൻഷൻ ചെയ്യത്തുള്ളൂ. സോ അതാണ് കൺവേർട്ടിംഗ് ലിസ്റ്റ് ടു വെക്റ്ററിനകത്ത് വരുന്നത്.